IPL അവസാന ഘട്ടത്തിലേക്ക് എത്തിയതോടെ ആരാവും ഓറഞ്ച് ക്യാപ്പ് എന്ന ചോദ്യങ്ങളും സജീവമാണ്. നമുക്കറിയാം, ഈ മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഓറഞ്ച് ക്യാപ്പ് ലിസ്റ്റിലെ പേരുകൾ അല്ലെങ്കിൽ താരങ്ങളുടെ പ്രകടനങ്ങൾ കാരണം ആ ലിസ്റ്റിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനും സാധ്യതയുണ്ട്. പ്രധാന താരങ്ങളെല്ലാം തന്നെ ഈ ലിസ്റ്റിൽ ചെറിയ റൺസിൻ്റെ മാത്രം വ്യത്യാസത്തിലാണ് ഉള്ളത്. കഴിഞ്ഞ മത്സരത്തിൽ നമുക്കറിയാം, ഓറഞ്ച് ക്യാപ്പ് കൈമാറ്റങ്ങളുടെ ഒരു കൗതുകം നിറഞ്ഞ കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇക്കുറി നമുക്ക് ഓറഞ്ച് ക്യാപ്പ് സാധ്യതകളിൽ മുന്നിലുള്ള കളിക്കാർ ആരൊക്കെ എന്ന് നോക്കാം. കഴിഞ്ഞ മത്സരത്തിൽ KKRനെതിരെയുള്ള ഗുജറാത്തിൻ്റെ മത്സരത്തിൽ ആദ്യം ഗുജറാത്തിൻ്റെ ഓപ്പണറായ സായി സുദർശൻ്റെ തലയിലായിരുന്നു ഈ ഓറഞ്ച് ക്യാപ്പ് ഉണ്ടായിരുന്നത്. സുദർശൻ ഇടയ്ക്ക് 11 പന്തേറ്റ് പരിക്കേറ്റ് മടങ്ങുകയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ അർദ്ധ സെഞ്ചുറി നേടുകയും ചെയ്തതോടെ ഗില്ലിൻ്റെ തലയിലായി മാറുന്നതും ഈ ഓറഞ്ച് ക്യാപ്പിൽ ഗില്ലിൻ്റെ തലയിലേക്ക് മാറുന്നതും നമ്മൾ കണ്ടു. ഗിൽ സായി സുദർശനെ മറികടന്നുകൊണ്ട് മുന്നിലെത്തുന്നു. എന്നാൽ ഗിൽ പുറത്തായ ശേഷം നേരത്തെ 22 റൺസ് എടുത്ത് കൈമുട്ടിന് പരിക്കേറ്റ് മടങ്ങിയ സുദർശൻ വീണ്ടും ക്രീസിലേക്ക് എത്തിയതോടെ ഓറഞ്ച് ക്യാപ്പ് വീണ്ടും ഗില്ലിന്റെ തലയിൽ നിന്നും സുദർശന്റെ തലയിലേക്ക് വരുന്നു. സുദർശൻ ഗില്ലിനെ മറികടന്നുകൊണ്ട് ഈ IPL ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത താരങ്ങളുടെ ലിസ്റ്റിൽ ഒന്നാമതെത്തുന്നു. ഇന്നിംഗ്സിലെ അവസാന ഓവറിൽ കാമറൂൺ ഗ്രീനിനെ 6 പറത്തിക്കൊണ്ട് സുദർശൻ അർദ്ധ സെഞ്ചുറി തികച്ചതിനൊപ്പം ഗില്ലിനെ മറികടന്നുകൊണ്ട് ഈ ക്യാപ്പും സ്വന്തമാക്കുന്നു. 13 മത്സരങ്ങളിൽ 157.83 എന്ന സ്ട്രൈക്ക് റേറ്റിലും 46.17 എന്ന ശരാശരിയിലും 554 റൺസാണ് ഈ IPL ആകെ സുദർശൻ എടുത്തിട്ടുള്ളത്. ഇത്രയും റൺസ് എടുത്തുകൊണ്ടാണ് അദ്ദേഹം ഒന്നാമതെത്തിയിരിക്കുന്നത് ഈ ഓറഞ്ച് ക്യാപ്പ് ലിസ്റ്റിൽ. കൊൽക്കത്തക്കെതിരെ 49 പന്തിൽ 85 റൺസ് എടുത്ത ഗുജറാത്ത് നായകൻ ശുഭ്മാൻ ഗിൽ, അതായത് സായി സുദർശൻ്റെ സഹ ഓപ്പണറായ ശുഭ്മാൻ ഗില്ലാണ് ഈ റൺ വേട്ടയിൽ രണ്ടാമതുള്ളത്. 12 മത്സരങ്ങളിൽ 160.46 എന്ന സ്ട്രൈക്ക് റേറ്റിലും 46 ശരാശരിയിലും 552 റൺസാണ് ഗിൽ എടുത്തിരിക്കുന്നത് രണ്ടാം സ്ഥാനത്തുള്ളത്. അതായത് വെറും 2 റൺസ് മാത്രം പിറകിലായി സായി സുദർശന് പിറകിൽ ഗിൽ ഉണ്ടെന്ന് സാരം. മീൻവൈൽ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ T20 ക്രിക്കറ്റിലെ പ്രതാപം തിരിച്ചുപിടിക്കാനും ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്താനുള്ള എല്ലാ പണിയും അദ്ദേഹം ഈ IPL എടുക്കുന്നുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. ഒരു ബാറ്റർ എന്ന രീതിയിൽ മാത്രമല്ല, ക്യാപ്റ്റൻ എന്ന രീതിയിലും ശോഭിക്കുന്നുണ്ട് ശുഭ്മാൻ ഗിൽ ഈ IPL. നമുക്കറിയാം, T20 ടീമിൽ നിന്നും ഇപ്പോൾ പുറത്താണ് ശുഭ്മാൻ ഗിൽ. കഴിഞ്ഞ ലോകകപ്പിൽ നിന്നും T20 ലോകകപ്പിൽ നിന്നും ഇന്ത്യയുടെ ഏകദിന ടെസ്റ്റ് ടീം നായകനായ ശുഭ്മാൻ ഗില്ലിനെ മാറ്റി നിർത്തിയത് വലിയ ചർച്ചയായിരുന്നു. ഗില്ലിൻ്റെ T20കളിലെ ഫോം ഔട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റൺ റേറ്റും ഒക്കെ വലിയ രീതിയിൽ വിമർശനം കേട്ടിരുന്നു ആ സമയത്ത്. എന്നാൽ IPLിലേക്ക് വന്നപ്പോൾ IPLിൻ്റെ 19ാം സീസണിലെ 2ാം പാദ മത്സരങ്ങൾ ആവേശകരമായി പുരോഗമിക്കവേ ഇതുവരെയുള്ള പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലും ഒരു ബാറ്റർ എന്ന രീതിയിൽ അതിനൊപ്പം തന്നെ ക്യാപ്റ്റൻ എന്ന രീതിയിലും മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. അങ്ങനെയുള്ള ക്യാപ്റ്റന്മാരുടെ ലിസ്റ്റിൽ മികച്ച 10 ക്യാപ്റ്റന്മാരെ എടുത്തു നോക്കുമ്പോൾ ഈ IPLിലെ 10 ക്യാപ്റ്റന്മാർക്കും റാങ്കിംഗ് നൽകിക്കൊണ്ട് മുൻ CSK താരമായ അമ്പാട്ടി റായുഡു കഴിഞ്ഞ ദിനം മുന്നിൽ വന്നപ്പോൾ അതിൽ മികച്ച ക്യാപ്റ്റനായി അദ്ദേഹം തിരഞ്ഞെടുത്തത് ഇതേ ശുഭ്മാൻ ഗില്ലിനെയായിരുന്നു. ESPN ക്രിക്കറ്റ് ഫോയുമായി സംസാരിക്കവെയാണ് 10 നായകർക്കും അദ്ദേഹം റാങ്കിംഗ് നൽകിയത്. വളരെ നന്നായി തൻ്റെ ബോളർമാരെ ഉപയോഗിക്കാൻ ഗില്ലിന് ഈ IPLിൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്, ടീമിനെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്പാട്ടി റായുഡു ഈ റാങ്കിങ്ങിൽ ഏറ്റവും മുന്നിൽ ഗില്ലിനെ പ്രതിഷ്ഠിക്കുന്നത്. റായുഡുവിനെ സംബന്ധിച്ചിടത്തോളം ക്യാപ്റ്റന്മാരുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതുള്ളത് രജത് പട്ടിദാരാണ്, മൂന്നാമതുള്ളത് പാറ്റ് കമ്മിൻസ് ആണ്. ഏറ്റവും മോശം നായകനായി റായുഡു പറയുന്നത് ഋഷഭ് പന്തിനെയാണ്, LSGയുടെ ഋഷഭ് പന്ത്. അതവിടെ നിൽക്കട്ടെ, ഓറഞ്ച് ക്യാപ്പ് വേട്ടയിൽ ഗില്ലിൻ്റെയും സുദർശൻ്റെയും പിന്നിലുള്ളത് SRHൻ്റെ ഹെൻറിച്ച് ക്ലാസനാണ്. 12 മത്സരങ്ങളിൽ 508 റൺസുമായിട്ടാണ് ക്ലാസൻ 3ാം സ്ഥാനത്ത് തുടരുന്നത്. ഓപ്പണർ അല്ലാത്ത ക്ലാസൻ ഇത്രയും റൺസ് നേടി ഈ ലിസ്റ്റിൽ ഉണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ് തെളിയിക്കുന്ന പെർഫോമൻസുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 4ാമതുള്ളത് തുടർച്ചയായി 2 ഡക്കുകൾക്ക് ശേഷം ഗംഭീര സെഞ്ചുറിയുമായി കഴിഞ്ഞ മത്സരത്തിൽ ഫോമിലേക്ക് എത്തിയ കിങ് കോഹ്ലിയാണ്. മുൻ ജേതാക്കളായ KKRനെ 6 വിക്കറ്റിനാണ് RCB കഴിഞ്ഞ മത്സരത്തിൽ വിരാട് കൊടുങ്കാറ്റിൽ തകർത്തത്. 12 മത്സരങ്ങളിൽ നിന്ന് 484 റൺസുമായിട്ടാണ് വിരാട് കോഹ്ലി ഈ ലിസ്റ്റിൽ 4ാമതുള്ളത്. 12 മത്സരങ്ങളിൽ നിന്നും 481 റൺസ് അടിച്ച ഹൈദരാബാദിൻ്റെ ഓപ്പണർ അഭിഷേക് ശർമ്മയാണ് റൺ വേട്ടക്കാരിൽ ടോപ്പ് 5-ൽ നിൽക്കുന്ന മറ്റൊരു താരം. 209.13 എന്ന സ്ട്രൈക്ക് റേറ്റും 43.73 എന്ന ശരാശരിയും അഭിഷേകിന് ഈ IPLിലുണ്ട്. എങ്കിലും കഴിഞ്ഞ മത്സരങ്ങളിലെ ഫോം ഔട്ട് ആയതോടുകൂടിയാണ് അഭിഷേക് ഈ ലിസ്റ്റിൽ താഴത്തേക്ക് ഇറങ്ങിയത്. ഇടയ്ക്ക് ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഒന്നാമതായിരുന്നു. ഈ ലിസ്റ്റിൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഓപ്പണറായ KL രാഹുൽ 477 റൺസുമായി 6ാം സ്ഥാനത്താണ്.
കഴിഞ്ഞ 2 മത്സരങ്ങളിൽ തിളങ്ങാനാവാഞ്ഞതാണ് രാഹുലിന് തിരിച്ചടിയായത്. ഇടയ്ക്ക് ഈ IPL-ലെ 152 എന്ന ഒറ്റ മത്സരത്തിലെ ഏറ്റവും മികച്ച സ്കോറിന് ശേഷം ആ ഒരു ഫോമിന് ശേഷം കാര്യമായി അദ്ദേഹത്തിൻ്റെ ബാറ്റ് ശബ്ദിക്കാത്തതാണ് പലപ്പോഴും ഡൽഹി എന്ന ടീമിനെയും അലട്ടുന്നത്. പിന്നെയുള്ളത് മിച്ചൽ മാർഷാണ്. 12 മത്സരങ്ങളിൽ നിന്ന് 467 റൺസാണ് LSGയുടെ താരമായ മിച്ചൽ മാർഷ് നേടിയത്. പക്ഷേ LSG ഈ പോയിന്റ് പട്ടികയിൽ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്നു എന്നുള്ളത് മറ്റൊരു വൈരുദ്ധ്യമാണ്. 8ാം സ്ഥാനത്തുള്ളത് നമ്മുടെ സ്വന്തം മലയാളി താരം സഞ്ജു സാംസൺ ആണ്. ഈ IPL-ൽ 2 സെഞ്ചുറികൾ കുറിച്ച താരമാണ് സഞ്ജു സാംസൺ. സഞ്ജുവിൻ്റെ മികച്ച പ്രകടനങ്ങൾ ഉണ്ടായ കളികളിലെല്ലാം ചെന്നൈ ജയിച്ചിട്ടുണ്ട്. 5 തവണ IPL ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാന പ്ലെയറായി ഇപ്പോൾ സഞ്ജു നിൽക്കുകയാണ്. എങ്കിലും സഞ്ജുവിന് അവസാന 2 മാച്ചും അത്ര മികച്ചതൊന്നുമായിരുന്നില്ല. ലക്നൗ സൂപ്പർ ജയൻസുമായി ഒരാഴ്ചക്കിടെ 2 തവണ CSK കൊമ്പ് കോർത്തപ്പോൾ അതിൽ 1 തവണ CSK ജയിച്ചിട്ടുണ്ട്. താങ്ക്സ് ടു ഉർവിൽ പട്ടേൽ. 2ാമത്തെ മത്സരത്തിലും അവർ തോൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഈ 2ലും സഞ്ജു നിരാശപ്പെടുത്തുകയും ചെയ്തിരുന്നു. 28-20 എന്നിങ്ങനെയായിരുന്നു സഞ്ജുവിൻ്റെ LSGക്കെതിരെയുള്ള 2 സ്കോറുകൾ. സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള അടുത്ത മാച്ചിൽ സഞ്ജു ശക്തമായി തിരിച്ചുവരവ് നടത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ സീസണിൽ CSKയുടെ ടോപ്പ് സ്കോർ കൂടിയ സഞ്ജു 12 മത്സരങ്ങളിൽ നിന്നും 50 ശരാശരിയിൽ 164.24 എന്ന സ്ട്രൈക്ക് റേറ്റിലാണ് റൺസ് നേടിയിട്ടുള്ളത്. 450 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. 2 സെഞ്ചുറികളും ഒരു 50+ സ്കോറും ഇതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു. അതിന് താഴെ സഞ്ജുവിന് താഴെ 9ാം സ്ഥാനത്തുള്ളത് വൈഭവ് സൂര്യവംശിയാണ്. ഒരു ഘട്ടത്തിൽ ഏറ്റവും മുന്നിലുണ്ടായിരുന്ന താരമാണ് വൈഭവ് സൂര്യവംശി. 11 മത്സരങ്ങളിൽ നിന്ന് 440 റൺസ് 237 എന്ന സ്ട്രൈക്ക് റേറ്റിലാണ് വൈഭവ് സൂര്യവംശി നേടിയിട്ടുള്ളത്. പിന്നെയുള്ളത് പ്രഭ് സിമ്രാൻ സിംഗ് ആണ്. പഞ്ചാബിൻ്റെ താരമാണ്. 12 മത്സരങ്ങളിൽ നിന്ന് 439 റൺസാണ് 170.15 എന്ന സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം നേടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പേരാണ് ഓറഞ്ച് ക്യാപ്പിൻ്റെ ലിസ്റ്റിൽ ആദ്യ 10-ൽ വരുന്ന താരങ്ങൾ. ഓരോ മത്സരങ്ങളും ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ പോലും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ സമയത്തും ഈ ലിസ്റ്റിലുള്ള ആളുകൾ തമ്മിലുള്ള പൊസിഷനുകളിലെ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. എങ്കിൽ കൂടിയും ഈ ലിസ്റ്റ് നോക്കുമ്പോൾ താരങ്ങൾ തമ്മിൽ ഈ 10 താരങ്ങൾ തമ്മിൽ വലിയ റൺസിൻ്റെ വ്യത്യാസമൊന്നുമില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു.